ഞാൻ സൈറ്റ് ചെയ്യുന്നത് കേരള മുനിസിപ്പാലിറ്റി ആക്ട് പ്രകാരം പാലക്കാട് മുനിസിപ്പാലിറ്റി നടന്ന കേസിൽ ഇത് പറഞ്ഞുകൊണ്ട് 3 തവണ വന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ കൌൺസിലറിന്റെ സ്ഥാനം പുറപ്പെടുവിച്ചിരിക്കുന്നത്. ആ ഉത്തരവിന്റെ വെളിച്ചത്തിലും മുനിസിപ്പൽ ആക്ട്, കേരള മുനിസിപ്പാലിറ്റി നിയമവും ചട്ടങ്ങളും, അതിൽ 91K സെക്ഷൻ 91K ആ ചട്ടത്തിന്റെ പിൻബലത്തിലുമാണ് വാഴത്തോണം വാർഡ് കൌൺസിലർ സുഗതൻ സമർപ്പിച്ച അദ്ദേഹത്തിന്റെ അപേക്ഷ ഇന്നത്തെ കൌൺസിൽ യോഗം പാസാക്കിയത്. അപേക്ഷ അവതരിപ്പിച്ചപ്പോൾ അതിൽ ഭരണപക്ഷത്തെ കൌൺസിലർമാരും പൗണ്ട് കടവ് വാർഡ് കൌൺസിലർ സുധീഷും സുഗതന്റെ അപേക്ഷയെ പിന്തുണച്ചു. മേയറുടെ കാസ്റ്റിംഗ് വോട്ട് ഉൾപ്പെടെ രേഖപ്പെടുത്തിയപ്പോൾ 51 പേർ സുഗതന്റെ അപേക്ഷയെ പിന്തുണച്ചിട്ടുണ്ട്. 101 അംഗ കൌൺസിൽ 51 പേർ പിന്തുണച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഭൂരിപക്ഷത്തിലാണ് ആ അപേക്ഷ അംഗീകരിച്ചിട്ടുള്ളത്. അതിന്റെ വെളിച്ചത്തിൽ 6 മാസത്തേക്ക് അദ്ദേഹത്തിന് ഇപ്പോൾ കൌൺസിൽ അനുമതി നൽകിയിട്ടുണ്ട്. അത് നിയമപരമാണ്. അതോടൊപ്പം തന്നെ സംസ്ഥാന സർക്കാരിന്റെ UDF സർക്കാരിന്റെ ആഭ്യന്തര വകുപ്പിന്റെ സർക്കുലറുമുണ്ട്. ആ സർക്കുലർ മീഡിയ ഗ്രൂപ്പിലിട്ടിട്ടുണ്ട്. എല്ലാവർക്കും അതിൽ നിന്ന് ലഭിക്കും. ഈ സർക്കുലറോടെ 2 തവണ വായിച്ചു. പക്ഷേ ദൌർഭാഗ്യവശാൽ നമ്മുടെ പ്രതിപക്ഷ അംഗങ്ങൾ അത് വ്യക്തമായിട്ട് കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ആവശ്യമാണെന്നുണ്ടെങ്കിൽ കൌൺസിലർമാരുടെ ഗ്രൂപ്പിൽ സർക്കുലർ ഇട്ടിട്ടുണ്ട്. മുനിസിപ്പൽ ചട്ടത്തിൽ എങ്ങനെ വേണമെന്ന് പറഞ്ഞിട്ടില്ല. മേയറുടെ ഡിസ്ക്രിപ്ഷനാണ്. വേറെ ഏതെങ്കിലും തരത്തിൽ വോട്ടെടുപ്പ് വേണമെന്ന് ആരും ആവശ്യപ്പെട്ടിട്ടില്ല. മേയറുടെ ഡിസ്ക്രിപ്ഷൻ ഉപയോഗിച്ച് അദ്ദേഹത്തിന്റെ അപേക്ഷയെ അനുകൂലിക്കുന്നവർ കൈ ഉയർത്താൻ പറഞ്ഞു. അപ്പോഴേക്കും 50 പേർ കൈ ഉയർത്തിയായിട്ട് കൌൺസിലിന്റെ ശ്രദ്ധയിൽപ്പെട്ടു. മേയറുടെ കാസ്റ്റിംഗ് വോട്ട് ഉൾപ്പെടെ ഉണ്ടായി. കാരണം മേയർ എന്നുള്ളതിലേക്ക് പറഞ്ഞിട്ടുണ്ട് 101 കൌൺസിലർമാരുടെയും അവരുടെ അംഗത്വം സംരക്ഷിക്കാൻ വേണ്ടി ഈ 5 വർഷവും എല്ലാ പിന്തുണയും കൊടുക്കുമെന്ന് പറഞ്ഞു. അപ്പൊ സ്വാഭാവികമായിട്ട് ഒരു അംഗത്തിന്റെ അംഗത്വം സംരക്ഷിക്കേണ്ടത് മേയറുടെ കൂടി ഉത്തരവാദിത്തമാണ്. വന്നില്ലല്ലോ. എന്തേ? അല്ല, മേയറുടെ വോട്ട് കൂടി രേഖപ്പെടുത്തി ഉൾപ്പെടെ മേയർ കൂടി വോട്ട് രേഖപ്പെടുത്തി. അല്ല, മുനിസിപ്പൽ ആക്ടിന്റെ ബലത്തിലാണ് എല്ലാം ചെയ്യുന്നത്. സംസ്ഥാന സർക്കാരിന്റെ സർക്കുലർ അതിനൊരു പിൻബലമായിട്ടുണ്ട്. കാര്യം ഗവൺമെന്റ് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ ഇങ്ങനെ ഒരു അപേക്ഷ കൊടുത്താൽ താങ്കളുടെ കൌൺസിലർ സ്ഥാനം സുരക്ഷിതമായിരിക്കുന്നു എന്നാണ് ലാസ്റ്റ് ലൈൻ. സുരക്ഷിതമായിരിക്കും, താങ്കൾ അയോഗ്യനാക്കപ്പെടുകയില്ല. അപ്പൊ പിന്നെ സംസ്ഥാന സർക്കാർ സർക്കുലറാണ്. അദ്ദേഹത്തിനടുത്ത് മറുപടിയായിട്ട് എടുക്കാം. ഒരു സർക്കുലറാണ്, അദ്ദേഹത്തിന് കൊടുത്ത മറുപടിയാണ്. മറുപടിയിൽ പറഞ്ഞിട്ടുള്ളത് ഇങ്ങനെയാണ്. അദ്ദേഹത്തിന്റെ ഈ കേസിൽ ജയിലിൽ നിന്ന് പുറത്തിറങ്ങുന്നതുവരെയോ അല്ലെങ്കിൽ 6 മാസത്തേക്കോ അദ്ദേഹത്തിന് ഹാജരാവാൻ സാധിക്കില്ല. അതിനുള്ള അനുവാദം നൽകണം എന്നുള്ളത്. എന്തേ? അത് അദ്ദേഹം എഴുതി വിയ്യൂർ ജയിൽ സൂപ്രണ്ടിന് കൊടുക്കുകയും വിയ്യൂർ ജയിൽ സൂപ്രണ്ട് പ്രോപ്പർ ചാനലിലൂടെ ജയിലിലെ രജിസ്റ്റർ രേഖപ്പെടുത്തി തിരുവനന്തപുരം കോർപ്പറേഷൻ തപാലിൽ അയച്ചു. തിരുവനന്തപുരം കോർപ്പറേഷൻ അതിനെ തപാലിൽ രേഖപ്പെടുത്തി സ്വീകരിച്ചാണ് മേയർക്ക് ഇന്ന് കൈമാറിയത്. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന് ലഭിച്ച വിയ്യൂർ ജയിലിൽ ലഭിച്ച കത്തും ഇവിടെ എത്തിച്ചിട്ടുണ്ട്. അല്ല, ഇത് അവതരിപ്പിച്ചപ്പോൾ അദ്ദേഹം അതിനെ പിന്തുണച്ചതാണ് ഞങ്ങൾ കണ്ടത്. അത് അദ്ദേഹം കൈ ഉയർത്തി പിന്തുണച്ചു. അദ്ദേഹത്തിന് പിന്തുണച്ചു എന്ന് കൌൺസിൽ ആവർത്തിച്ച് പറഞ്ഞപ്പോൾ അദ്ദേഹം കൈ ഉയർത്തി തന്നെ പിന്തുണയ്ക്കുകയായിരുന്നു. അതുകൊണ്ടാണ്. ബാക്കി എന്താണ് എന്ന് അദ്ദേഹത്തോടും ചോദിക്കും. അത് അദ്ദേഹത്തിന് എന്റെ അഭിപ്രായം അദ്ദേഹം തന്നെയാണ് പറയുന്നത്. മേയർ എന്നുള്ള നിലയ്ക്ക് ഡയസിൽ ഇരുന്നപ്പോഴേക്കും അദ്ദേഹം സുഗതന്റെ അപേക്ഷ പിന്തുണയ്ക്കുന്നതായിട്ട് കൈ ഉയർത്താൻ മതി, കൈ ഉയർത്തി. അത് കണ്ടിട്ടാണ് അതുകൂടെ എണ്ണിക്കൂട്ടിയത്. ബാക്കി കാര്യങ്ങൾ അദ്ദേഹത്തോട് അങ്ങനെയാണെങ്കിൽ ശ്രീകുമാർ എന്ന CPM കൌൺസിൽ വരാത്തതും അതുകൊണ്ടാണോ? ആരാ ചോദിച്ചു? ഉണ്ടോ? മാത്രമല്ല, ഞാൻ ചോദിക്കട്ടെ, ഒരു സ്വതന്ത്രനായിട്ട് ജയിച്ച ഒരു കൌൺസിലർ അദ്ദേഹത്തെ അങ്ങനെയൊക്കെ വഴങ്ങുന്ന ആളാണെന്ന് അങ്ങനെ പറയുന്നത് ദീപകിന് എന്താ സംഭവിച്ചത്? മുമ്പൊന്നും ഈ പ്രശ്നമില്ലായിരുന്നു ദീപകിന്. ഇങ്ങനെ കുറച്ചുകൂടെ ഒരാളിനെ അദ്ദേഹം ഇങ്ങനെ വാങ്ങിക്കൊണ്ടൊക്കെ മാറുമെന്ന് അധിക്ഷേപിക്കുന്നത് ശരിയാണോ? അല്ല, അതല്ല പറയേണ്ടത്. അവരുടെ ഭാഗത്തുനിന്നൊരു കൌൺസിലർ വന്നില്ല, അപേക്ഷ ഒന്നും പറഞ്ഞില്ല. എന്തു
അല്ല, അതിനെക്കുറിച്ച് നോക്കിയിട്ടില്ല. നോക്കിയപ്പോ അവിടെ കൈ ഉയർത്തിയവരുടെ എണ്ണിയപ്പോഴേക്കും 50 പേര് കൈ ഉയർത്തിയിരിക്കുന്നു. അത് എല്ലാം വളരെ നമ്മൾ കുറെ കാലം കൊണ്ട് പൊതുപ്രവർത്തനം നടത്തുന്നുണ്ട്. ഇതൊക്കെ പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ പറ്റും. അല്ല, വ്യത്യസ്ത അഭിപ്രായം ഉണ്ടെങ്കിൽ നമുക്ക് ഇല്ലല്ലോ. എന്തേ അത് വളരെ ഭരണത്തിന് വേറെ തടസ്സവും സ്തംഭനമൊന്നും ഉണ്ടാവാൻ പാടില്ല. അതുകൊണ്ട് വളരെ പെട്ടെന്ന് അല്ല, അങ്ങനെയുള്ള കമന്റ് ഒന്നും പറയുന്നില്ല. അങ്ങനെയൊന്നും പരിശോധിച്ചിട്ടുമില്ല. പിന്നെ സ്വാഭാവികമായിട്ട് ജയിച്ചു വരുന്ന, ഞാൻ ചോദിക്കട്ടെ നിങ്ങളുടെ ഇത് ഇപ്പോ പറയാൻ ഉദ്ദേശിച്ച വിഷയത്തിന് പുറത്ത് തിരുവനന്തപുരം കോർപ്പറേഷൻ രൂപം കൊണ്ടതിന് ശേഷം ഇന്ന് വരെയെങ്കിലും ഏതെങ്കിലും ഒരു അംഗത്തിന് വരാൻ അസൗകര്യം ഉണ്ടെന്ന് പറയുമ്പോഴേക്കും മേയർ അത് പറയുമ്പോൾ ഇന്ന് വരെ ഈ കോർപ്പറേഷന്റെ ചരിത്രത്തിൽ അംഗങ്ങൾ എഴുന്നേറ്റ് ഇത് എതിർത്തിട്ടുണ്ടോ? ഞാൻ 5 വർഷം കൌൺസിലറായിരുന്നു. കഴിഞ്ഞ 6 മാസം കൊണ്ട് മേയറാണ്. എന്റെ അറിവിലില്ല. ഇദ്ദേഹം 20-25 കൊല്ലം കൊണ്ട് കൌൺസിലറാണ്. അദ്ദേഹം 15 കൊല്ലം കൊണ്ട് കൌൺസിലറാണ്. ഈ ഇരിക്കുന്ന എല്ലാവരും, ഞാനും രാധാകൃഷ്ണൻജിയും ഇതിൽ ആദ്യത്തെ ടേബിൾ വരുന്നു. ബാക്കി ഏറെക്കുറെ സജി ഗിരിയൊക്കെ ആശയം 8 കൊല്ലം കൊണ്ട് കൌൺസിലറാണ്. ഇന്ന് വരെ തിരുവനന്തപുരം കോർപ്പറേഷന്റെ ചരിത്രത്തിൽ ജയിച്ചു വന്ന ഒരാളിന് വ്യക്തിപരമായ അസൗകര്യം കൊണ്ട് വരില്ല എന്ന് പറയുമ്പോൾ അല്ല, അയാൾ വരാതിരുന്നാൽ എന്താ അതിന് അനുവദിക്കാൻ ഒക്കില്ല ഇന്ന് ആരും പറഞ്ഞിട്ടില്ല. ആ കീഴ്വഴക്കത്തിന് LDF തുടക്കം കുറിച്ചിരിക്കുകയാണ്. ഇനിയിപ്പോ ഏതെങ്കിലും ഒരു അംഗം സുഖമില്ലടക്കി വേറെ എന്തെങ്കിലും ആവശ്യം കൊണ്ട് പറയുമ്പോഴേക്കും അപ്പുറത്ത് 50 പേര് എഴുന്നേറ്റ് നിന്നിട്ട് അനുവദിക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞാൽ ക്രിമിനൽ കേസിൽ പ്രതിയായിട്ട് കാപ്പ കേസ് ചുമത്തി ജയിലിൽ കിടക്കുന്ന വ്യക്തിക്ക് വേണ്ടി പറഞ്ഞതാണ്. ജനാധിപത്യ സംവിധാനത്തില് ഓരോ വ്യക്തികളെ തെരഞ്ഞെടുപ്പിന് പോലും ക്രിമിനൽ കേസിൽ ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ പരിശോധിച്ചിട്ടായിരിക്കുമല്ലോ നോമിനേഷൻ പോലും കൊടുക്കുമ്പോൾ സൂക്ഷ്മ പരിശോധന ചെയ്യുക. അപ്പൊ ഇത് വളരെ സ്വാഭാവികമായിട്ട് പറയാൻ കഴിയുന്നതാണോ? ഈ അസുഖം ബാധിതരായി അവധി ചോദിക്കുന്നവരുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റുമോ? നിങ്ങൾ അങ്ങനെ സ്വാഭാവികമായിട്ട് കാണണ്ട. വളരെ സ്വാഭാവികമായി മേയർ പറയുന്നു. അതുകൊണ്ട് അല്ല, അങ്ങ് സ്വാഭാവികമായിട്ട് കാണണ്ട. ഞാൻ മേയറല്ല, സംസ്ഥാന സർക്കാരിന്റെ സർക്കുലറും കൂടെ ഉണ്ടല്ലോ. അല്ല, ഇത് സ്വാഭാവികമായി കമ്പയർ ചെയ്യുമ്പോഴേ നമ്മള് ഞാൻ പറയുന്നത് അങ്ങ് അങ്ങനെ കമ്പയർ ചെയ്തോളൂ. അങ്ങയുടെ പെർസ്പെക്റ്റീവിൽ ഇന്റർപ്രറ്റ് ചെയ്തോളൂ. ഇതേ ഞങ്ങൾ ഡിപ്പെൻഡ് ചെയ്യുന്ന മുനിസിപ്പൽ ആക്ടിനെയാണ്. 91K സെക്ഷൻ 91K മുനിസിപ്പൽ ആക്ട്. ഇതാണ് ഞങ്ങൾ ഡിപ്പെൻഡ് ചെയ്യുന്നത്. അപ്പൊ അദ്ദേഹം ഒന്ന് വായിക്കാതെ തന്നെ ഇവിടെ 91K അദ്ദേഹത്തിന് പറഞ്ഞു 91K എന്ന് ഞാൻ പറഞ്ഞു. ബുക്ക് 2 കൊടുത്തിട്ടുണ്ട്, എല്ലാ കൌൺസിലർമാരും കൊടുത്തു. ഓക്കെ, അതെ 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 അതെ. അപ്പോ അയാൾ അറസ്റ്റ് ചെയ്തതിനാ? അല്ല, സർക്കുലർ വന്നതാണ്. സംസ്ഥാന സർക്കാരിന്റെ സർക്കുലറാണ്. അത് നേരത്തെ അറിയാത്തതിൽ നിങ്ങൾക്ക് ഒരു വിഷമമുണ്ട്, എനിക്കറിയാം. അത് മനസ്സിലാക്കുന്നു. അല്ല, എന്തായാലും സംസ്ഥാന സർക്കാരിന്റെ സർക്കുലറും ആക്ടും അനുസരിച്ചാണ് കോർപ്പറേഷൻ പ്രവർത്തിച്ചിരിക്കുന്നത്. സെക്രട്ടറി അനുസരിച്ചാണ് പ്രവർത്തിക്കുന്നത്. ഓക്കെ, താങ്ക് യു. നിങ്ങളെ ഇന്ന് ഉറങ്ങണേ എല്ലാരും. സർക്കുലർ വീണ്ടും ഉയർത്തിക്കാട്ടിക്കൊണ്ടാണ് മേയർ സംസാരിച്ചത്. സുഗതന് അവധി അംഗീകാരം നൽകിയതുമായി ബന്ധപ്പെട്ട് വലിയ പ്രതിഷേധം കോർപ്പറേഷനിൽ നടക്കുകയാണ്. ചട്ടവിരുദ്ധമായി ഒന്നും നടന്നിട്ടില്ല എന്ന് മേയർ ആവർത്തിക്കുന്നു. പക്ഷേ പ്രതിപക്ഷം ഇതിനോടകം സെക്രട്ടറിക്ക് പരാതി നൽകിയിരിക്കുകയുമാണ്. ഇനിയും പരാതികൾ നൽകാൻ തന്നെയാണ് പ്രതിപക്ഷത്തിന്റെ തീരുമാനം.